മെഹ്റാജ് നോമ്പിൻ്റെ നോമ്പത്തറായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തരിയാണ് കാച്ചി വയ്ക്കുന്നത്, അതും നാളികേരപ്പാലിലാണ്. ഇവിടെ പാലിൽ തരി കാച്ചിയാൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ, നാളികേരപ്പാലിലാണ് ഇഷ്ടം. അപ്പോൾ നാളികേരപ്പാൽ ഇതാ തിളച്ചതിൻ്റെ ശേഷം അതിലേക്ക് റവി സേമിയയും കൂടിയിട്ട് വറുത്തിട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാം പാലിലാണ് ഇതൊക്കെ വേവിച്ചെടുത്തത്. ഇനി ആദ്യത്തെ പാൽ ഒഴിച്ച് കൊടുക്കുക. 2 ഏലക്കയും കൂടി ചതച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഉള്ളി അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയൊന്നും എരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സമയം ഉണ്ടായിരുന്നില്ല, നോമ്പ് തുറക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്ക് വരവ് ഇരുന്ന് പള്ളിക്കുന്ന ചോറ് കിട്ടും. അപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട, കുറേ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെ വേസ്റ്റ് ആക്കാനും പറ്റില്ലല്ലോ. പിന്നെ പള്ളിക്കുന്ന ചോറ് കിട്ടുന്നതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കി, അതുപോലെ തരി കാച്ചി വെള്ളം കലക്കി ഈത്തപ്പഴം. ഇതാണ് കേട്ടോ നമുക്ക് പള്ളിക്കുന്ന കിട്ടിയ ചീരിനി. പള്ളിക്കുന്ന ചീരിനി കിട്ടുമ്പോൾ ഒരു സന്തോഷം, ഒരു സമാധാനം എല്ലാം കൂടിയാണല്ലേ. പിന്നെ പ്രത്യേക ഒരു രുചിയും കൂടിയാണ്.